ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മി ആട്ടോ. നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. തംബ്നെയിൽ കണ്ട പോലെ തന്നെ മെൻസ്ട്രൽ കപ്പിൻ്റെ എൻ്റെ ഉപയോഗം ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. പെർമനൻ്റ് ആയിട്ട് മാറ്റിയെന്ന് ഞാൻ പറയുന്നില്ല, ടെമ്പററി ആയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. കാരണം ഒരു മെൻസ്ട്രൽ കപ്പ് സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പാഡിലോട്ട് പെട്ടെന്ന് ചേഞ്ച് ആവുക എന്ന് പറയുമ്പം അത് സത്യം പറഞ്ഞാൽ കൊല്ലുന്നതിന് തുല്യമുള്ള ഒരു വിഷമമാണ്. അത്രയും കംഫർട്ടബിൾ ആണ് നമുക്ക് മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. പിന്നെ പാഡാണെങ്കിൽ എവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യും എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണ്ട. ഇതാകുമ്പം എല്ലാം കൊണ്ടും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് മെൻസ്ട്രൽ കപ്പ് കൊണ്ട് നമുക്ക് നടക്കാം. അപ്പം ഞാൻ ഏകദേശം കുറഞ്ഞതൊരു 4 വർഷമായിട്ടുണ്ട് ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ പീരീഡ്സ് ടൈമിൽ. പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പം എൻ്റെ ബോഡിയിൽ ചില പ്രശ്നങ്ങൾ വരുന്നു. ചില പ്രശ്നങ്ങൾ അത് ഞാൻ ആദ്യം ഓർത്തു, ഓക്കെ ഈ ഒരു ആദ്യം വന്ന സമയത്ത് ഓർത്തു ഇപ്പോഴേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ വേണേൽ അടുത്ത തവണത്തേക്ക് മാറുമായിരിക്കും എന്ന് ഓർത്തു. പക്ഷെ അത് മാറുന്നില്ല. എനിക്ക് ചില 2-3 പ്രശ്നങ്ങൾ എൻ്റെ ബോഡീനെ ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനത് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ പാഡ് പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമവും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ ഞാനിത് ആരോട് ചോദിക്കും, എങ്ങനെ ക്ലിയർ ചെയ്യും, ഇത് എന്തായിരിക്കും എൻ്റെ ബോഡി നടക്കുന്ന പ്രശ്നം എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നി തുടങ്ങി. ഇപ്പം ആരോടെങ്കിലും ചോദിക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ പീരീഡ്സ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കൂടെയും എനിക്ക് മെൻസ്ട്രൽ കപ്പ് ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ യൂസ് ചെയ്തു. പക്ഷേ എനിക്ക് ആ ബുദ്ധിമുട്ട് സെയിം എനിക്ക് വന്നതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റി പാഡിലേക്ക് തന്നെ ഞാൻ വീണ്ടും തിരിഞ്ഞു. അപ്പോൾ കൂടെ ഞാൻ ചിന്തിച്ചു, ഞാനിതൊന്ന് ചോദിക്കാം എന്നൊക്കെ ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഡോക്ടർ സീതയുടെ ഒരു റിയാക്ഷൻ വീഡിയോ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് മിസ്ലീഡിംഗ് ആയിട്ട് ഇൻഫർമേഷൻ ഒരാൾ പാസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അതിനെതിരെ റിയാക്ട് ചെയ്തുകൊണ്ട് മാഡം ഒരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് ആധികാരികമായി നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ചോദിക്കാനുമുള്ള ഒരാൾ തന്നെയാണ് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്ന് പറയുന്നത്. മാമിൻ്റെ വലിയ ആരാധി കേട്ടോ ഞാൻ. കാരണം എനിക്ക് മാമിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളും എല്ലാം മക്കളെ എന്നുള്ള വിളിയും എന്നൊക്കെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് സംസാരിക്കുന്ന ആ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എന്നാൽ പിന്നെ ഡോക്ടർക്ക് ഒരു മെയിൽ ചെയ്താലോ എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്. എന്തുകൊണ്ടായിരിക്കാം, കാരണം ഡോക്ടറിന് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് നന്നായി അരച്ച് കലക്കി കുടിച്ച് പഠിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു ഡോക്ടറിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഡോക്ടറോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഇപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ പിന്നെ ഞാനിപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനും ഡോക്ടറും മാത്രമായിട്ടുള്ള മേ ബി ഡോക്ടർ എനിക്ക് റിപ്ലൈ തരാതിരിക്കാം. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെയിലും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരു സാധാരണക്കാരിയാണ്. അപ്പം ഡോക്ടറിന് ഞാൻ മെയിൽ ചെയ്ത് ഇൻ കേസ് ഡോക്ടർ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനും ഡോക്ടറും മാത്രമായിട്ടുള്ള ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷനായിട്ട് അവിടെ നിൽക്കും. എന്നാൽ അതേ സമയത്ത് ഞാനിതൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പെൺകുട്ടികളെയും പ്രതിനിധീകരിച്ച് ഞാനൊരു വ്യക്തി സംസാരിക്കുന്ന പോലെ ആവട്ടെ. കാരണം ചിലപ്പോൾ വേണമെങ്കിൽ ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റു പെൺകുട്ടികളുണ്ടാകാം. ചിലപ്പം ഇല്ലായിരിക്കാം, മേ ബി ഇതെൻ്റെ മാത്രം പ്രശ്നങ്ങളായിരിക്കാം, എനിക്കറിയത്തില്ല. അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് എൻ്റെ പോലത്തെ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം, അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ശ്രദ്ധയിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഉൾപ്പെടുത്തുക, ഒന്ന് അവർക്കൊന്ന് അയച്ചു കൊടുത്തിട്ട് അവരുടെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈവൻ എനിക്കാണെങ്കിൽ തന്നെയും ധൈര്യത്തോടെ എനിക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണം. എനിക്ക് മെൻസ്ട്രൽ കപ്പ് ഇല്ലാതെ എനിക്ക് എൻ്റെ പീരീഡ്സിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്രാവശ്യം ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റാതെ പാഡിലോട്ട് ഞാൻ ചേഞ്ച് ആയപ്പോഴത്തേക്ക് എനിക്കും ഇപ്പം പീരീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നം പോലെ എനിക്കാവും. അല്ലെങ്കിൽ വളരെ കൂളായിട്ട് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടതാണ്. വേദനയില്ല, ഒരു ഡിസ്കംഫർട്ടും ഇല്ല, അങ്ങനെയും കൂളായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ. എനിക്കിപ്പം ഈ മെൻസ്ട്രൽ കപ്പിൽ നിന്ന് ഒരു ചേഞ്ച് ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് മെൻ്റലി വരെ എന്നെ അത് അഫക്റ്റ് ചെയ്യുന്നുള്ള എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന എല്ലാ പെൺകുട്ടികളെയും പ്രതിനിധീകരിച്ച് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആണ്. കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് പറയാം. ചിലപ്പോൾ വേണേൽ ഡോക്ടേഴ്സ് അത് കണ്ടിട്ട് ആരെങ്കിലും റിപ്ലൈ തന്നാൽ നമുക്കത് ഉപകാരമായി ധൈര്യത്തോടെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ എൻ്റെ പ്രശ്നങ്ങളോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആരെയും നമ്മുടെ ഒരു ചാനൽ ഇതോടെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എൻ്റെ മെൻസ്ട്രൽ കപ്പിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4 വർഷം മുമ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഏതായാലും എൻ്റെ ഫസ്റ്റ്
പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷമാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജോൻ ഇപ്പം 7 വയസ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഏതായാലും അതിൽ കൂടാൻ വഴിയില്ല, ഡെലിവറിക്ക് ശേഷമാണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയും വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വന്നിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടാണ്. ഞാനൊരു 3 വർഷം മുമ്പ് മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി ആൾക്കാർ കണ്ടു, ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ പ്രശ്നം മറ്റുള്ളവരുടെ പ്രശ്നമായി കണ്ടിട്ടാണ് പല കാര്യങ്ങളും, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആധികാരികമായിട്ടല്ല, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും ഞാൻ പറയാറുള്ളത്. അപ്പം ആധികാരികമായി പറയാനുള്ള വ്യക്തികൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ, നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഉള്ളപ്പോൾ തന്നെ നമുക്ക് അവരോട് നമ്മുടെ ഇപ്പോൾ കാര്യങ്ങൾ ചോദിക്കുകയും അതിനൊരു ഉത്തരം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സംശയവും തീർന്നു. പിന്നെ നമുക്ക് ഒരു ഡബിൾ മൈൻഡഡ് അല്ലാണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ് നമ്മുടെ പീരീഡ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന അന്നും പീരീഡ്സ് കഴിയുന്നതിൻ്റെ അന്നും നന്നായി സ്റ്റെറിലൈസ് ചെയ്യും. അതായത് ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും ഞാൻ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യും. ഏകദേശം കുറഞ്ഞത് ഒരു 10-20 മിനിറ്റോളം സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നെ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ, എനിക്കത് എടുത്ത് പറയണം. എനിക്ക് ഇത്രയും വർഷം ഞാൻ ഉപയോഗിച്ചിട്ടും എനിക്ക് നേരിടാത്തൊരു പ്രശ്നമാണ്. കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് മെൻസ്ട്രൽ കപ്പ് ഞാൻ എൻ്റെ പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യുമ്പം എനിക്ക് യൂറിൻ കറക്റ്റായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. ടെൻഡൻസി ഉണ്ട്, യൂറിൻ എനിക്ക് പാസ് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ട്, പക്ഷേ എനിക്ക് യൂറിൻ പോകുന്നില്ല. മാത്രമല്ല, പോകുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ഡ്രോപ്പ് ആയിട്ടാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് ഞാൻ മെൻസ്ട്രൽ കപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നമ്മൾ സാധാരണ പോകുന്നത് പോലെ തന്നെ യൂറിൻ പോകുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത്രയും നാളും ഇത്രയും വർഷം, ഇത്രയും വെറും നാളുകളോ മാസങ്ങളോ എന്നല്ല ഞാൻ പറയുന്നത്, ഇത്രയും വർഷം ഞാൻ ഉപയോഗിച്ചിട്ടും എനിക്കില്ലാത്തൊരു പ്രശ്നമാണ്. ഇപ്പോൾ കുറച്ച് മാസം, എനിക്ക് ഒരു 5-6 മാസമായിട്ടുണ്ടാവുള്ളൂ ഈ ഒരു പ്രശ്നം എനിക്ക് നേരിടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ സംതിങ് എൻ്റെ ബ്ലാഡർ, മെൻസ്ട്രൽ കപ്പ് ഞാൻ ഫിക്സ് ചെയ്യാൻ നേരത്തെ എൻ്റെ ബ്ലാഡറിൻ്റെ അവിടെ എന്തോ ഒന്ന് സംഭവിക്കുന്നു. എന്തുകൊണ്ട് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മുടെ ആ മെൻസ്ട്രൽ കപ്പ് അവിടെ ഇരുന്ന് അതിൻ്റെ സ്റ്റെമ്മിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കൂടെയും എനിക്ക് യൂറിൻ പോകുന്നുണ്ട്. എന്നാൽ നമുക്കൊരു യൂറിൻ നമ്മുടെ വയറ്റിൽ വെള്ളമുണ്ട്, ബ്ലാഡറിൽ വെള്ളമുണ്ട്. നമ്മളത് മൊത്തത്തിലൊന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടുമല്ലോ, അല്ലേ? ആ ഒരു ആശ്വാസം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. ഒന്ന് യൂറിൻ പോകുന്നില്ല എന്നുള്ള മെയിൻ പ്രശ്നം. പോകുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചേ പോകുന്നുള്ളൂ താനും. റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വളരെ സ്മൂത്തായിട്ടും പോകുന്നു. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? നിങ്ങൾ പലരും ഇപ്പോൾ പറയാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതുള്ളത്. നെവർ. ബിക്കോസ് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മെൻസ്ട്രൽ കപ്പ് എങ്ങനെ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യണം, മെൻസ്ട്രൽ കപ്പ് എങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ റിമൂവ് ചെയ്യണം, മെൻസ്ട്രൽ കപ്പ് എങ്ങനെ നമ്മൾ കറക്റ്റ് സൈസിൽ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും വർഷം ഉപയോഗിച്ച ഒരു വ്യക്തി എന്നുള്ളതിൽ എന്തായാലും ഇത്രയും നാളുമില്ലാത്തൊരു പ്രശ്നമാണ്. ഇത്രയും നാളും ഞാൻ എങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഞാൻ മെൻസ്ട്രൽ കപ്പ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പം അത് പ്ലേസ് ചെയ്തതിൻ്റെ പ്രശ്നമല്ല, സംതിങ് അവിടെ സംഭവിക്കുന്നു. എൻ്റെ ബ്ലാഡറിൽ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രം. അത് എന്തുകൊണ്ടാണ്? ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഈ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നം കാരണം എനിക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ പാഡിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തു എന്നുള്ളത്. അന്നേരം ഇപ്പോൾ ഒരു പ്രശ്നമില്ല. മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാണ്ടായി കഴിയുമ്പോഴത്തേക്കും ഇത് ഫില്ലാവുന്ന ഒരു സമയമുണ്ടല്ലോ, കപ്പ് ഫില്ലാവുന്നു നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരത്തേക്കും എൻ്റെ യൂറിൻ പോകുന്നില്ല, അല്ലെ പ്രോപ്പറായിട്ട് പോകുന്നില്ല. ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്ത് അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് വയറിലൊരു വേദന വരുന്നു. നമുക്ക് യൂറിൻ കറക്റ്റായിട്ട് പോകാണ്ട് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. എൻ്റെ വയറിൽ എനിക്കൊരു വേദന വരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മെൻസ്ട്രൽ കപ്പ് എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ആരെങ്കിലും അതൊന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഇത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ആണോ എന്നുള്ളത് ഞാൻ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഇതെനിക്ക് നേരത്തെ ഉള്ളതാട്ടോ. ഈ 4 വർഷമായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നേരത്തെ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. ഈ മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ പീരീഡ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം അടുപ്പിച്ച് എനിക്ക് ഭയങ്കര ഇച്ചിങ് ആണ്, വജൈനൽ ഇച്ചിങ് ആണ് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പം, ഇപ്പോൾ UTI വരുമ്പോൾ നമുക്കൊരു ഇച്ചിങ് ഫീൽ ചെയ്യത്തില്ല എന്ന് പറയും പോലെ ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് വരുന്നുണ്ട്.
അതിപ്പോൾ പാഡ് യൂസ് ചെയ്യുന്നവർക്ക് ഇച്ചിങ് വരാമെന്ന് നിങ്ങൾ പറയാം, നേരാണ്. കാരണം ഞാൻ പാഡ് യൂസ് ചെയ്ത് നമുക്ക് നല്ല പാഡുകളല്ല എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നമുക്ക് ചൂട് വരാം, ചൂട് ഫീൽ ചെയ്യാം, നമുക്ക് ഒരാവിക്കുന്ന അവസ്ഥ, പിന്നെ അത് മാത്രമല്ല ഇച്ചിങ് നമുക്ക് വരാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്കുണ്ടായിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ട് ഞാനിപ്പം യൂസ് ചെയ്യുന്ന പാഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എബ്രോഡിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ല. ഈ നാട്ടിലാണെങ്കിൽ തന്നെയും ഈച്ചിങ് ഒന്നും ഇല്ലാത്ത നല്ല പാഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അത് ആ പാഡ് യൂസ് ചെയ്യുമ്പോൾ ഇച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യൂറിങ് ആ ഒരു പീരീഡ്സ് ടൈമിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പീരീഡ്സ് കഴിഞ്ഞാൽ റിമൂവ് ഞാൻ ചെയ്യുന്നു. ഓക്കെ, മെൻസ്ട്രുവൽ കപ്പിൻ്റെ ഉപയോഗം ഞാൻ നിർത്തുന്നു, 5 days കഴിഞ്ഞ് നിർത്തുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഒരാഴ്ച 2 ആഴ്ചത്തോളം ഭയങ്കരമായ ഇച്ചിങ് ആണ്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് പുറത്തൊന്നും പോകാൻ മേലാത്ത പോലെ, നമുക്കൊരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ഉള്ള അവസ്ഥ എന്താ അതേമാതിരി ഇച്ചിങ് വരുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വാഷ് ചെയ്ത് കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കുമാണ് എനിക്ക് അതിനൊരു മാറ്റം വരുന്നത്. അത് എന്തുകൊണ്ട്? എൻ്റെ രണ്ടാമത്തെ പ്രശ്നം, എൻ്റെ ബോഡിയിൽ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുണ്ടെങ്കിൽ അത് പറയുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ വേണമെങ്കിൽ എൻ്റെ പൊട്ടബുദ്ധിയിൽ വരുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണല്ലോ ഞാനിപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇല്ലാത്തതും സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നതുമായിട്ടുള്ള പ്രശ്നമാണ് എൻ്റെ സെർവിക്സിന് ലെങ്ത് കുറവ് എന്നുള്ളത്. അതിൻ്റെ പേര് നിങ്ങൾക്കറിയാം, എൻ്റെ ജോർഡിൻ്റെ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ റെസ്റ്റാണ്, അപ്പം ലെങ്ത് കുറവാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് കറക്റ്റായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജോഹാൻ്റെ സമയത്ത് അതെനിക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, മെഡിക്കലി എനിക്കൊന്നും അറിയത്തില്ല പറയാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ജോഹാൻ്റെ ടൈമിൽ എനിക്ക് സെർവിക്സിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന എനിക്ക് സിസേറിയൻ ആയിരുന്നു. ഓക്കെ, വജൈനൽ ബർത്ത് പോലും ആയിരുന്നില്ല. അപ്പം സെർവിക്സിന് യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന എനിക്ക് എന്തുകൊണ്ട് സെക്കൻഡ് ഡെലിവറിക്ക് പ്രഗ്നൻസി സമയത്ത് ഈ ഒരു സെർവിക്സിന് ലെങ്ത് കുറവ് എന്നുള്ളൊരു പ്രശ്നം എനിക്ക് നേരിട്ടു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടുമ്പോൾ നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് ആലോചിച്ച് കൂട്ടില്ല. അപ്പം ഞാൻ അനാവശ്യമായിട്ട് ആലോചിച്ച് കൂട്ടിയതാണെന്ന് എനിക്ക് അറിയത്തില്ല. ആലോചിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോയിൻ്റെ ടൈമിൽ ആ ഒരു അതിന് മുമ്പ് ഞാൻ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അതിന് ശേഷം എൻ്റെ ഇപ്പം സെർവിക്സായിട്ടും വജൈനയായിട്ടും ബന്ധപ്പെട്ട് ആകെ ഒരു മാറ്റം വന്നിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതൊരു കാരണമാണോ എന്നുള്ളത് എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, എൻ്റെ ഒരു സംശയമാണ്. അതൊരു കാരണമായിരിക്കുമോ സെർവിക്സിന് ആ ഒരു പ്രശ്നം എനിക്ക് ആ ഒരു പ്രഗ്നൻസി സമയത്ത് വന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ സെർവിക്സുമായിട്ട് ബന്ധപ്പെട്ട എനിക്കുണ്ടായ ഒരു ചേഞ്ചസ് ആണ്, ഞാൻ വജൈനൽ ബർത്ത് അല്ല സിസേറിയൻ ആണെന്നുള്ളത് പറഞ്ഞല്ലോ. എൻ്റെ ഈ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറിക്ക് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പി സേഫിൻ്റെ, എൻ്റെ സർവീസിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ പി സേഫിൻ്റെ ലാർജ് സൈസായിരുന്നു. ഓക്കെ, ലാർജ് സൈസായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ എന്നാണ് മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആ സമയമായപ്പോഴത്തേക്കും എനിക്ക് പിന്നെ എക്സസ് ആയി. ലാർജ് എനിക്ക് ലൂസാവുന്നു, പറ്റുന്നില്ല. പിന്നെ എനിക്കത് എക്സസ് ആയി. ഇനിയിപ്പോൾ എൻ്റെ സെർവിക്സിന് ഇനിയും ഒരു ചുരുങ്ങലെങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സസിനേക്കാളും കുറഞ്ഞ സൈസ് ഇല്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ വജൈനൽ ബർത്ത് ആണെങ്കിൽ ഓക്കെ, വജൈനൽ ബർത്തും അല്ല സിസേറിയനാണ് ചെയ്തത്. അപ്പോൾ സെർവിക്സുമായിട്ട് അവിടെ ഒരു കണക്ഷനൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ ഡെലിവറിക്ക് മുമ്പ് വരെ ഞാൻ ലാർജ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എക്സ്ട്രാ സ്മോളാണ് ഞാൻ ഉപയോഗിക്കുന്ന സൈസ്. അതെന്തുകൊണ്ടാണെന്നും കൂടെ ഉള്ളത് എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് കിട്ടിയാൽ, അത് നമ്മുടെ ബോഡിയിൽ ഇപ്പം ഇത് ഉപയോഗിച്ച് അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കുവാണല്ലോ. ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ പ്രഷർ കൊടുത്തു, നമ്മളത് റിമൂവ് ചെയ്യുന്നു, അപ്പം നമ്മളത് ഉപയോഗിച്ച് നമ്മുടെ സെർവിക്സിൻ്റെ സൈസ് വരെ ചെറുതായി ചുരുങ്ങി സെർവിക്സ് പോലും ചുരുങ്ങി പോവുകയാണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. എൻ്റെ പൊട്ടത്തരമാകാം, പക്ഷേ എന്നാലും എനിക്ക് ഇതിനും കൂടി എന്നൊരു ആൻസർ കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത എൻ്റെ ഒരു സംശയം, നമ്മൾ ഈ ഒരു മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പം സെർവിക്സിലാണല്ലോ പോയി ലോക്ക് ആവുന്നത്. ഈ സെർവിക്സിൽ പോയി ലോക്ക് ആവുന്ന സംഭവം ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളിങ്ങനെ ഉറങ്ങി എണീക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഈ മെൻസ്ട്രുവൽ കപ്പ് നന്നായിട്ട് ഉള്ളിലോട്ട് കയറിപ്പോകും. അപ്പോൾ അതിൻ്റെ സ്റ്റെം ഇപ്പം ഉപയോഗിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം, അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് നല്ല പോലെ അകത്തോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിംഗർ വെച്ച് നമ്മൾ എങ്ങനെ മെൻസ്ട്രുവൽ കപ്പ് റിമൂവ് ചെയ്യണം, നമ്മൾ അതിൻ്റെ പ്രഷർ കളഞ്ഞതിന് ശേഷം പിഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള എയർ കളഞ്ഞതിന് ശേഷം സെർവിക്സിന് പ്രഷർ കൊടുക്കാതെയാണ് നമ്മളത് റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ ചില സമയത്ത് ഞാൻ പറഞ്ഞു, ഈ ഒരു മെൻസ്ട്രുവൽ കപ്പ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചധികം മുകളിലേക്ക് കയറിപ്പോകും. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മ് പോലും ഉള്ളിലായിരിക്കും. എൻ്റെ കാര്യം പറഞ്ഞാൽ പലർക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം, കാരണം നമ്മൾ ഉറങ്ങിയൊക്കെ എണീക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്.
അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്വാട്ടിങ് പൊസിഷനിൽ ഇരുന്നാൽ പോലും ഇത് പ്രഷർ കൊടുത്താൽ തന്നെയും താഴേക്ക് വരില്ല, അങ്ങനെ തന്നെ നിൽക്കും. ഒരു ഇഞ്ചൊക്കെ നമുക്ക് കൈ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതൊരു പിഞ്ച് ചെയ്യാൻ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യണമെങ്കിൽ ആ സ്റ്റെമ്മിൽ പിടിച്ച് വലിക്കുക എന്നുള്ളതാണ്, പുള്ള് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചില സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ പുള്ള് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പുള്ള് ചെയ്യുമ്പം സംതിങ് അവിടെ സംഭവിക്കുകയാണ്. സംതിങ് എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തോ താഴേക്ക് വരുന്നത് പോലെയോ അല്ലെങ്കിൽ അവിടെ എന്തൊരു പ്രഷർ വരുന്നത് പോലെയോ സംഭവിക്കുന്നുണ്ട്, എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ആ ഒരു വാക്വം പ്രഷർ അവിടെ നടക്കുമ്പം ആ ഒരു പ്രഷറിൽ നമ്മൾ വലിക്കുമ്പം സെർവിക്സിനോ യൂട്രസിനോ ഏതെങ്കിലും വിധത്തിൽ അത് ബാധിക്കുന്നത് കൊണ്ടായിരിക്കുമോ ആ ഒരു പ്രഷർ അവിടെ വരുന്നത്? അതാണ് എൻ്റെ ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണ്, എൻ്റെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടാം ഇത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമോ എന്നുള്ള ചിന്തകൾ വരുന്നത് കൊണ്ട് ധൈര്യത്തോടെ ഇപ്പോൾ മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ബോഡിയിലാണ് ഈ സിംറ്റംസ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിലാണ് ഈ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സംശയം ഇതാണ്, നമ്മളത് ഇപ്പോൾ എപ്പോഴും ചില ആൾക്കാർക്ക്, ചില പെൺകുട്ടികൾക്ക് കറക്റ്റായിട്ട് അവർ റിമൂവ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഞാൻ എങ്ങനെയാണ് കറക്റ്റ് റിമൂവ് ചെയ്യുന്നുള്ള വീഡിയോ എല്ലാവരും കണ്ടെന്ന് വരത്തില്ല. എല്ലാവരും ചെയ്യുന്നത് നോർമലി ഈ പിടിച്ച് വലിക്കലായിരിക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെർവിക്സിനെയോ യൂട്രസിനെയോ ഇത് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ, ഫ്യൂച്ചറിലോട്ടാണേലും ബാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ബലമായിട്ടുള്ള ഒരു അടുത്ത സംശയം. ഇനി അഞ്ചാമത്തെ കാര്യം കേട്ടോ, നമ്മൾ സംശയം മാത്രമാണ്. നമ്മൾ ഈ മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നു, ദെൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റിമൂവ് ചെയ്യാൻ നേരത്ത് നമ്മളത് നോർമൽ വാട്ടറിൽ കഴുകുന്നു. നോർമൽ വാട്ടർ കഴുകി പിന്നെയും ഇൻസേർട്ട് ചെയ്യുന്നു. എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെറ്റോട് കൂടിയിട്ട് നമ്മൾ കഴുകി പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. വെള്ളം ഇങ്ങനെ കുടഞ്ഞു കളയുന്നു എന്നല്ലേ ഉള്ളൂ. വെറ്റോട് കൂടിയിട്ട് നമ്മുടെ ബോഡിക്ക് ഉള്ളിലോട്ട് ഒരു സംഭവം നമ്മൾ വെക്കുന്നു, അത് മണിക്കൂറുകളോളം അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നത് ഒരു ഇൻഫെക്ഷന് കാരണമാകുമോ? അതായിരിക്കുമോ ഈ ഇച്ചിങ്ങിൻ്റെ കാരണം? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പീരീഡ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു 1.5 ആഴ്ചത്തോളം എനിക്ക് ഭയങ്കര ഭീകരമായ ഇച്ചിങ് എനിക്ക് വരാറുണ്ട് എന്നുള്ളത് അതായിരിക്കുമോ ഇതിന് കാരണം? കാരണം തണുപ്പല്ലേ. കാരണം ഞാൻ ചിന്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് UTI ഒരു സമയത്ത് വന്നതാണ്. UTI വന്ന സമയത്ത് അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, നമ്മുടെ വജനൽ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ ആക്കി വെക്കണം, അവിടെ വെറ്റ് ആവരുത്, വെള്ളത്തോട് കൂടിയിട്ട് ഒരിക്കലും അവിടെ വിടരുത്, നന്നായി തുടച്ച് വെക്കണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇപ്പം വന്നിരിക്കുന്ന ഒരു സംശയമാണ്, ഇത് വെറ്റോടുകൂടി നമ്മൾ ആ ഒരു ഈർപ്പത്തോടു കൂടി നമ്മൾ നമ്മുടെ വജനയുടെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതൊരു ഇൻഫെക്ഷൻ്റെ ഒരു സാധ്യത കൂട്ടുന്നില്ലേ? അതോ നമ്മളിത് ഓരോ തവണയും നമ്മളിത് കഴുകി കഴിഞ്ഞ് നന്നായി തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ? ഇതാണ് എൻ്റെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ. സംശയമാണ്, അത് ഇൻഫെക്ഷൻ അതൊരു കാരണമാകില്ലേ എന്നുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, 2 ആൾക്കാർ എനിക്ക് 2-3 പേര് എനിക്കിട്ട ഒരു കമൻ്റാണ്. ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ആൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവരുടെ ഒരു സംശയമാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാ പെൺകുട്ടികളെയും പ്രതിനിധീകരിച്ചാണ് ഞാൻ ഈ ഒരു കാര്യം ചോദിക്കുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, യൂട്രസിന് ഭാവിയിലോട്ട് നമ്മൾ ഏജറായി കഴിയുമ്പോഴത്തേക്കും യൂട്രസ് താഴേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് എന്ന് അവർ കേട്ടു. കമൻറ്റ് ഞാനിവിടെ ആഡ് ചെയ്യട്ടോ. അവർ കേട്ടു, അതിൽ സത്യമുണ്ടോ എന്നുള്ളത്. ഇപ്പം എൻ്റെ ബോഡിയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പം എനിക്കും അതൊരു സംശയമായിട്ട് വരുന്നു, യൂട്രസ് ഇറങ്ങി വരുന്നത്. കാരണം നമ്മൾ ആ ഒരു സെർവിക്സിലോട്ട് ഈ ഒരു പ്രഷർ കൊടുത്ത് ഇതിങ്ങനെ വലിക്കുന്ന ഒരു സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, എയർ നമ്മൾ പിഞ്ച് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രഷർ കൊടുക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ ബോഡിയിൽ എനിക്ക് എന്തോ ഒരു പ്രഷർ അവിടെ വരുന്നുണ്ട്. അത് യൂട്രസിനെ ബാധിക്കുമ്പോൾ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ കുട്ടി ചോദിച്ചിരിക്കുന്ന ഈ ഒരു ഇതും തമ്മിൽ ഞാൻ കണക്ട് ചെയ്ത് പോവുകയാണ്. കാരണം അത് ഭാവിയിലോട്ട് യൂട്രസ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. കാരണം ഞാനിങ്ങനെ ഇവിടുന്ന് കേട്ടിട്ടുണ്ട്, കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ബെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ഇങ്ങനെ അവരുടെ അനുഭവം പറയുന്നത് കേട്ടതാണ്, അവർക്ക് ബെൽറ്റ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുന്ന പ്രശ്നം അവർ നേരിടുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു പ്രശ്നം ആളുകളുടെ ശരീരത്തിൽ സംഭവിക്കാം. അപ്പോൾ ഇതും ഈ നമ്മൾ മെൻസ്ട്രുവൽ കപ്പിൽ നമ്മൾ പ്രഷർ കൊടുത്ത് സംഭവം റിമൂവ് ചെയ്യുന്നതും ഭാവിയിലോട്ട് ഈ ഒരു കമൻറ്റിൻ്റെ കൊടുത്ത് ഞാൻ എന്നെ കൂടെ കണക്ട് ചെയ്ത് പറയുന്നത്, അപ്പം ഭാവിയിലോട്ട് ഈ ഒരു യൂട്രസ് താഴേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു സംശയം. അടുത്ത ഒരാൾ എൻ്റെ നല്ല ആ ചോദിച്ച കുട്ടിയുടെയാണ്, ഞാനും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ഒരു കമൻറ്റ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിക്ക്
ആ കുട്ടിക്ക് യൂട്രസിൽ നമ്മുടെ ഈ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു തടിപ്പ് പോലെ സംഭവം താഴേക്ക് വരുന്നു എന്നുള്ളത്. അപ്പം അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആ കുട്ടി ചോദിച്ചിരിക്കുന്നത്. 3 വർഷം മുമ്പത്തെ ഒരു കമൻറ്റാണ് കേട്ടോ അത്. ഞാൻ അവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതും ഞാനും പബ്ലിക്കിനെ പ്രതിനിധീകരിച്ച്, പെൺകുട്ടികളെ പ്രതിനിധീകരിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം. എന്തുകൊണ്ടായിരിക്കാം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ മെൻസ്ട്രൽ കപ്പ് റിമൂവ് ചെയ്യുമ്പം എന്തോ ഒരു തടിപ്പ് പോലെ ആ കുട്ടിക്ക് താഴേക്ക് വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദയവചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഇതിനൊരു റിപ്ലൈ തരണം. അടുത്ത എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈൽസ് ഉള്ളവർക്ക് ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കരുത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഈ ഒരു ചെറിയ പൈൽസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവർ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് പൈൽസിൻ്റെ പ്രശ്നങ്ങൾ, പൈൽസിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാരാണ്. എന്നിട്ട് അവർക്ക് പൈൽസിൻ്റെ മെൻസ്ട്രൽ കപ്പ് അവർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പൈൽസിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും വരും. എന്നിട്ട് അവളിങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണാൻ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കരുത്, അത് പൈൽസ് വന്നവർക്ക് അത് നല്ലതല്ല ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ഡോക്ടർ പറഞ്ഞു എന്നാണ് പറഞ്ഞത് കേട്ടോ. അതെന്തുകൊണ്ടായിരിക്കാം? ഈ പൈൽസും ഈ ഒരു മെൻസ്ട്രൽ കപ്പും തമ്മിലുള്ള ബന്ധം എന്താ? അപ്പം നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പം എന്തോ നമ്മുടെ ബോഡിയിൽ മോശമായിട്ട് സംഭവിക്കുന്നുണ്ടായിരിക്കില്ല ഈ പൈൽസിനും അതൊരു ദോഷമായിട്ട് വരുന്നത്, പൈൽസ് ഉള്ളവർക്കും അതൊരു ദോഷമായിട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അതായത് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് 3 വർഷം മുമ്പാണ് എന്നുള്ളത്. ആ ഒരു സമയത്ത് എനിക്ക് വന്ന ഒരു കമൻറ്റാണ്. ഞാനിപ്പോൾ ആ കമൻറ്റ് കുറേ ഇരുന്ന് ഞാൻ തപ്പി, ഇപ്പം അത് കാണില്ല. കാരണം അതും കൂടെ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് ചോദിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ. പക്ഷെ ഇപ്പോൾ കാണുന്നില്ല കമൻറ്റ്. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ തപ്പി ഞാനും മടുത്തു. കുറേ കമൻറ്റ്സ് അതിനകത്ത് വന്ന് കിടക്കുന്നുണ്ട്. അതിന് തപ്പലൊരിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നതാണ്, ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് അമേരിക്കയിലൊക്കെ ഓൾറെഡി ബാൻ ചെയ്തിരിക്കുവാണ്. അത് ഓൾറെഡി അവർ ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ക്യാൻസറിന് കാരണമാകുന്നത് കാരണം ഇത് അവിടെയൊക്കെ ഒഴിവാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത് അവിടെ ഒഴിവാക്കിയപ്പോൾ ഇന്ത്യക്കാരെല്ലാവരും കൂടി അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അകത്ത് വന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ മെൻസ്ട്രൽ കപ്പിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പറയുന്നു, എല്ലാം മെൻസ്ട്രൽ കപ്പിൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് അവർ പറയാണ്, ഇന്ത്യക്കാർ ആരെന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അതെടുത്ത് ഉപയോഗിക്കാൻ ഇന്ത്യക്കാർ റെഡിയായിട്ടുണ്ട്. അവിടെ ഉപേക്ഷിച്ച സാധനമാണ്, ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ സംഭവം ഇന്ത്യക്കാർ ഏറ്റെടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പം അന്ന് 3 വർഷം മുമ്പ് ഞാൻ കണ്ട കമൻറ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് വിട്ടു, നമ്മളത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷെ ഇപ്പം ഈ പ്രശ്നങ്ങൾ ബോഡിയിൽ വരാൻ തുടങ്ങിയപ്പം ആ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ. എനിവേസ് നമ്മുടെ ഉള്ളിലോട്ട് നമ്മളൊരു സംഭവം ഇൻസേർട്ട് ചെയ്യുന്നതാണ്. സിലിക്കോൺ മെറ്റീരിയൽ ബോഡിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കൂടെയും അവിടെ എന്തെങ്കിലും പ്രവർത്തനം നടക്കുമോ? ആ ഒരു മെറ്റീരിയൽ നമ്മുടെ ബോഡിയിൽ അവയവമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കാമോ? അപ്പം പിന്നെ നമുക്ക് ഓൾറെഡി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചിന്തിക്കുന്ന എല്ലാം നെഗറ്റീവായിട്ടായിരിക്കുമല്ലോ, പോസിറ്റീവായിട്ട് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ടും എനിക്ക് പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങിയതുകൊണ്ടും. അപ്പം ഇതും എൻ്റെ ഒരു സംശയമാണ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് 3 വർഷം മുമ്പ് ഒരു കമൻറ്റ് കണ്ടതാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അമേരിക്കയിലൊക്കെ ഇത് ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാർക്കോ ആർക്കെങ്കിലും അത് അറിയാവോ? ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ ഒന്ന് പറയണം കേട്ടോ. ആത്മാർത്ഥമായിട്ട് ആരും പറയാൻ മടിക്കരുത്. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവിതമാണ്. നമ്മളിപ്പോൾ പാഡ് ഉപയോഗിക്കുന്ന കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാലും ഈ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് വേറെ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കാത്തത് തന്നെയാണ് നല്ലത്. കാരണം എൻ്റെ ബോഡിയിൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് വരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ കടന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പം ഇതും എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആധികാരികമായി പറയാൻ കഴിയുന്ന ആരെങ്കിലും തരട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. എനിക്കും അടുത്ത മാസം തൊട്ട് എനിക്ക് മെൻസ്ട്രൽ കപ്പിലോട്ട് എനിക്കൊന്ന് ഷിഫ്റ്റ് ആവണം. എനിക്ക് ഈ ഒരു പാഡ് സത്യം പറയാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം മെൻസ്ട്രൽ കപ്പ് അത്രയും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു, അതുകൊണ്ട് മാറ്റി വെക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. ഇപ്പം ചിലപ്പോൾ ഇവർ പറയുന്നത് കൊണ്ട് നമ്മുടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടാണോ എന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെയധികം നല്ലതായിരിക്കും. മാത്രമല്ല പ്ലേസ് ചെയ്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ദയവേത് ആരും പറയരുത്. എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് എങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നും അത് ലോക്കായില്ലോ എന്നുള്ളതും. ഈവൻ അതൊന്ന് ചെരിഞ്ഞ് പോയെങ്കിൽ കൂടെ തന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. കാരണം ഇത്രയും വർഷം ഞാൻ ഉപയോഗിച്ച ശീലം എനിക്കുണ്ടല്ലോ, എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് പ്ലേസ് ഇത്രയും നാളും ഇല്ലാത്ത പ്രശ്നം ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കും, എൻ്റെ ബോഡിയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഈ പ്രശ്നങ്ങളൊക്കെ. അതുപോലെ ഈ ഇച്ചിങ് എനിക്ക്
എനിക്ക് നേരത്തെ ഉള്ളതാണ്, നേരത്തെ എനിക്ക് വന്നുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഞാൻ വലിയ കാര്യമാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ആൻസർ എനിക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ പാകത്തിനൊരു ആൻസർ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും കറക്റ്റായിട്ടൊരു ഉത്തരം തരണമെന്ന് ഞാൻ റിക്വസ്റ്റും കൂടെ ചെയ്യുന്നു. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളുടെ സർക്കിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം അവർക്കും ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ അല്ല അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ അതും കൂടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുമ്പം മേ ബി ഈ പറയുന്ന നമുക്ക് തരാൻ ആരെങ്കിലും റിപ്ലൈ തരാൻ ഡോക്ടേഴ്സ് ആരെങ്കിലും റെഡി ആണോ എന്നുണ്ടെങ്കിൽ ഇതെല്ലാം വായിച്ചിട്ട് അവർക്കൊരു കോമൺ ആയിട്ട് റിപ്ലൈ തരാൻ പറ്റുമല്ലോ. അപ്പം മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഒരു പരിഹാരമാവുകയും ചെയ്യും. അപ്പം നിങ്ങൾ അതൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.